ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം അധ്യായം 11. യേശു ഇത് അരുൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോധരങ്ങളും ഭാഗ്യമുള്ളവ. യേശു പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സ്വർഗീയ ഭാഗ്യത്തിന്റെ കൃപ ധ്യാനിക്കാം. നാം എല്ലാവരും ഭാഗ്യം ചെയ്തവരാണ്. എന്നാൽ ഭൂമിയിലേറെ ഭാഗ്യം ചെയ്ത ഒരു മഹത് വ്യക്തിയുടെ പുണ്യദിനം കൂടിയാണെന്ന് ആഗോള തിരുസഭ ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. 1917 മെയ് മാസം 13-ാം തീയതി പോർച്ചുഗലിൽ ഫാത്തിമ എന്ന സ്ഥലത്ത് 3 കുഞ്ഞുങ്ങൾക്ക്, ഫ്രാൻസിസ്കോ, ജസീന്ത, ലൂസിയ, ഈ മക്കൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗീയ സത്യങ്ങളെക്കുറിച്ച് നിഷ്കളങ്കരായി മക്കൾക്ക് ബലം നൽകി. 1917 മെയ് മുതൽ ഒക്ടോബർ 13 വരെ എല്ലാ മാസവും 13-ാം തീയതി പരിശുദ്ധ അമ്മ ഈ മക്കൾക്ക് പ്രത്യക്ഷ ദർശനം നൽകുകയും സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തു. 1917 ഒക്ടോബർ 13-ാം തീയതി 70,000-ത്തിലധികം വരുന്ന വലിയൊരു ജനസമൂഹത്തിന് മുഴുവനും പരിശുദ്ധ അമ്മയുടെ കൃപയുടെ മുഖം കാണുവാൻ ഭാഗ്യം ലഭിച്ചു. അവരെല്ലാവരും വിശ്വസിക്കുകയും ദൈവം തങ്ങളുടെ ഇടയിൽ ഇന്നും പ്രവർത്തിക്കുന്നുവെന്ന് തിരിച്ചറിയുകയും ചെയ്തു. 1930 തിരുസഭ ഈ അത്ഭുതത്തെ, ഈ പ്രത്യക്ഷീകരണത്തെ ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധ അമ്മ, യേശുവിൻ്റെ അമ്മ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ കൃപയുടെ സാന്നിധ്യം നൽകുവാൻ ബലമുള്ള വ്യക്തിത്വമാണ്. അമ്മ ഭൂമിക്ക് എപ്പോഴും ആനന്ദമാണ്. അമ്മ നഷ്ടപ്പെട്ട ഓരോ ഭവനവും വിളക്കണഞ്ഞു പോയ ഭവനമാണ്. അവിടെ സങ്കടവും വേദനയും അസ്വസ്ഥതയും മാത്രമാണ് സ്വന്തമാവുക. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ അമ്മയുടെ സാന്നിധ്യം വലിയ ബലമാണ്. സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ കത്തിച്ചു വെച്ച വിളക്കാണമ്മ. തിരുസഭയ്ക്കും ഇപ്രകാരം ഒരു വിളക്കുണ്ട്. കെടാവിളക്കാണത്. ഒരിക്കലും അണഞ്ഞു പോകാത്ത സ്വർഗീയ നന്മകളാലും കൃപകളാലും എന്നും കത്തിയെരിയുന്ന, പ്രകാശം പകരുന്ന ഒരു നിത്യതയുടെ അമ്മ. അതാണ് പരിശുദ്ധ കന്യകാ മാതാവ്. അവൾ യേശുവിൻ്റെ അമ്മയായി രൂപാന്തരപ്പെട്ട നിമിഷം മുതൽ ഇന്നോളം ഭൂമിക്ക് ഒരമ്മയുടെ വാത്സല്യവും സ്നേഹവും മാതൃകൃപകളും നൽകുന്നുണ്ട്. അമ്മയുള്ളിടത്ത് യേശുവും, യേശു ഉള്ളിടത്ത് അമ്മയുമുണ്ട്. തിരുസഭ പരിശുദ്ധ അമ്മയെ നമുക്ക് ഒരു മാതൃക വ്യക്തിത്വമായിട്ടാണ് നൽകിയിരിക്കുക. അതായത് ഈ അമ്മ വചനം ജീവിച്ചതുപോലെ, വചനം ധ്യാനിച്ചതുപോലെ, വചനം ഹൃദയത്തിൽ സ്വീകരിച്ചതുപോലെ, ഉദരത്തിൽ സംഭവിച്ച് ലോകത്തിന് ക്രിസ്തുവിനെ പ്രദാനം ചെയ്തതുപോലെ, ദൈവമക്കളായ നമ്മൾ അപ്രകാരം വചനത്തെ കൂടുതൽ സ്നേഹിക്കുവാൻ, സ്വീകരിക്കുവാൻ, ജീവിക്കുവാൻ, പകരുവാൻ, പങ്കുവയ്ക്കുവാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്ന ഓരോ വ്യക്തിയും പരിശുദ്ധ അമ്മയെ പോലെ അനുഗ്രഹീതരാണ്. ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന കൃപാവരവും അത് തന്നെയാണ്. മറിയം ഭാഗ്യവതി തന്നെയാണ്. എന്നാൽ വചനം പാലിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും വലിയ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ആകുന്നുവെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. അതെ, നമുക്ക് കൂടുതൽ ഭാഗ്യം ചെയ്തവരാകാൻ പരിശുദ്ധ അമ്മയെ പോലെ വചനത്തെ സ്നേഹിച്ച് ജീവിക്കാം, വചനത്തെ ധ്യാനിച്ച് ജീവിക്കാം, വചനമായി രൂപാന്തരപ്പെടാൻ പരിശ്രമിക്കാം. വചനമാവുന്ന ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ജീവിതത്തിൽ ഏറ്റുപറയുകയും
ലോകത്തിന് നമ്മുടെ ജീവിത മാതൃക കൊണ്ട് ക്രിസ്തുവിന് പ്രദാനം ചെയ്യുകയും ചെയ്യാം. മംഗളവാർത്ത സമയത്ത് സ്വർഗത്തിലെ ദൂതൻ പരിശുദ്ധ മറിയത്തോട് പറയുന്നത്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്നാണ്. ആ വാക്കിന്റെ ആന്തരിക അർത്ഥം തിരിച്ചറിയൂ. ദൈവത്തിന്റെ കൃപയാൽ നയിക്കപ്പെടുവാൻ സ്വർഗം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് അവൾ. കർത്താവ് നിന്നോടൊപ്പമുണ്ട്. അതെ, നമ്മോട് എല്ലാവരോടൊപ്പം കർത്താവിൻ്റെ കൃപയും സാന്നിധ്യമുണ്ട്. പരിശുദ്ധ അമ്മ ഇന്നും അനുസ്മരിക്കപ്പെടുന്നത് ആ കൃപയിൽ എന്നും നിലനിന്നത് കൊണ്ടും ആ കൃപ ലോകത്തിൻ്റെ നന്മയായി സമർപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ്. നമുക്കും ദൈവകൃപ നിറഞ്ഞവരാകാം. അങ്ങനെ ലോകത്തിന് ക്രിസ്തു സാക്ഷിയാകാം. അതിനായി ഈ പരിശുദ്ധ അമ്മയുടെ മാതൃകയും മാധ്യസ്ഥവും നമുക്ക് ബലം നൽകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹവാൻ ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ